ഹലോ ഗൈസ്. ആ റോഡ് കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ദൂരേക്ക് നിൽക്കണം. നീ എന്റെ തല കാണുന്നില്ല, എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട്. ആ എന്റെ കസിനാണ്, കുറച്ച് വയലന്റ് ആണ്, ആരും പേടിക്കണ്ട. കാണിച്ചു തരാം നിങ്ങൾക്ക്. തോട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചൂരമട്ട തോട്ടിലേക്ക് വരാം, എൻജോയ് ചെയ്യാം. അപ്പൊ ശരി ഗൈസ്, കാണിച്ചു തരാം. ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം ഇവിടെ ഞാൻ എടുത്ത് വളർത്തിയതാ. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എന്തോരം എടുത്തോണ്ട് നടന്നിട്ടുണ്ടെന്നറിയാമോ. ഇപ്പൊ ഇവിടെ എന്നെക്കാളും വലുതായിപ്പോയി. ഞാൻ എന്താണെന്നറിയത്തില്ല, അങ്ങ് വളരുന്നില്ല. അവിടെ താഴേക്കാണ് കുറച്ച് വെള്ളച്ചാട്ടം പോലെയുള്ളത്. കുരിപ്പ് അങ്ങോട്ട് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി നിൽപ്പുണ്ട്. എനിക്ക് വലിയ ധൈര്യമൊന്നുമില്ല. എന്നാൽ ഇറങ്ങാൻ നോക്കട്ടെ. തെന്നി വീഴുവാണെങ്കിൽ എനിക്ക് കണ്ടന്റും ആക്കാം. ഇത് പെടച്ചൊക്കെ ഇറങ്ങുന്നുണ്ടോ? പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ലെന്നാ തോന്നുന്നത്. മരം കയറി മോളാന്നാ തോന്നുന്നത്. ഓ നല്ല രസമുണ്ടടാ മുത്തേ. ആ നല്ല രസമാണ് കേട്ടോ ഇവിടുന്ന്. എന്നുവെച്ചാൽ ഇവിടെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കാണിച്ചത്. അവിടെ കുറച്ചൊരു ഇങ്ങനെ അല്ലാതെ കുറച്ചുകൂടെ ആഴത്തിൽ വെള്ളമുള്ള സ്ഥലം പോലെയുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചൂരമുട്ട തോട്. അങ്ങനെ ഞങ്ങളുടെ ചൂരമുട്ട തോട്, ചൂരമുട്ട തോട്ടിലെ വെള്ളച്ചാട്ടം. പൊളി. അവളെന്നെ വിളിക്കുന്നുണ്ട്, ഇറങ്ങി വാന്നും പറഞ്ഞ്. ഇറങ്ങിപ്പോയി നോക്കട്ടെ. ഞാൻ വീണില്ലെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. വീണാലും പോസ്റ്റ് ചെയ്യും, വീണു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണേലും എന്താണ്, അവളുടെ കൂടെ ഞാൻ വീഡിയോ ഒക്കെ അവളുടെ കൂടെ താഴെ പോയിട്ട് വീഡിയോസ് കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. വീഴത്തില്ലായിരിക്കും. അവളെന്നെ പിടിക്കാന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. തൽക്കാലം താഴെ ചെന്നിട്ടേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. കാരണം വീണ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആളുണ്ടാവത്തില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് വിഷമമുണ്ടാവും. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കണ്ടേ. വെള്ളം കൊണ്ടുവരുന്നേ. ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് നിന്ന ആളാ ഇപ്പൊ അതാ ചാടിത്തുള്ളി അവിടെ വരെ എത്തി. വെള്ളത്തിന്റെ കൂടെ പോകാണ്ടിരുന്നാ മതിയായിരുന്നു. അങ്ങനെ ഇറങ്ങി ഗായ്സ് നമ്മൾ. നല്ല രസമുണ്ടല്ലേ കാണാൻ. സൂക്ഷിച്ചു കുട്ടി, വീണതാ. ശ്രദ്ധിക്കാൻ പോലെ ശ്രദ്ധിക്ക്. വലിഞ്ഞു കയറാൻ പറ്റുമോ നോക്കണേ. ഇതിലിറങ്ങി അയ്യോ നല്ല രസമുണ്ട്. അതായത് ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇവിടെ കൂടെ വന്നുകൊണ്ട് വന്നതാണ് കേട്ടോ. അല്ല ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും വരില്ലായിരുന്നു. ഒന്ന് രസമായിട്ട് കാണാന്. എന്റെ പൊന്നറിയുന്ന ഒടുക്കത്തെ പൊക്കമായിട്ട് വന്നേക്കാം. ഹൈറ്റൊക്കെ ഔട്ട് ഓഫ് പ്രശ്നം ഞാൻ ഇവരോട് പറഞ്ഞതാണ്, കേൾക്കുന്നില്ല. ഞാൻ പിടിച്ചിട്ടുന്നുണ്ട്. എന്റെ വെയിറ്റ് അറിയാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. പക്ഷെ നല്ല രസമോ. കണ്ട ഇവിടുത്തെ മരമൊക്കെ നോക്കിയിട്ട് വേരൊക്കെ പാറയിലേക്ക്. എന്റെ ഫാൻസ് ചോദിക്കൂടി നിന്നോട്. കണ്ട നിറച്ച് വേരിങ്ങനെ പാറയിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയിരിക്കുന്നത്. കുറച്ചും കൂടെ വലിയ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട ഈ സൈഡ് കണ്ടോ, അതിലൂടെയൊക്കെ നന്നായിട്ട് വെള്ളം വരും. അങ്ങ് താഴേക്ക് എനിക്ക് കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷെ പേടിയാണ് ഗൈസ്. വെറുതെ റിസ്ക് എടുക്കരുതല്ലോ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, പക്ഷെ അങ്ങോട്ട് തെന്നോന്ന് പേടിയാണ്. അത്രയോ റിസ്ക് എടുക്കാനുള്ള ധൈര്യം അമ്മച്ചിയാണ് എനിക്കില്ലാന്ന്. അങ്ങനെ അവിടെ ഇരുന്ന് ഗൈസ് നോക്കിയൊക്കെ ഇരുന്നോ. പോയതാ. നല്ല ഫോഴ്സുണ്ട് വെള്ളത്തിന്. കണ്ടോ ഈ തോട് ഇവിടെ ഒന്നും അല്ല എൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഈ പാറക്കെട്ട് കഴിഞ്ഞ് കണ്ടോ
അവിടേക്ക് ഇങ്ങനെ പോയി പിന്നെ അങ്ങോട്ട് ഒഴുകി അത് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. നല്ല ഭംഗിയില്ലേ എന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ മരങ്ങളുടെ ഇടയിലൂടെ ഒക്കെ വരുന്ന രീതി. കയറിക്കോ വലിഞ്ഞു കയറിക്കോ. അങ്ങനെ ഞങ്ങൾ പാറക്കെട്ടിൽ കയറിയിരിക്കുന്നു. പെരിയ പെരിയ കാട് താണ്ടി, കടല താണ്ടി, മലയെല്ലാം താണ്ടി, കായമാനം. അങ്ങനെ പാറക്കെട്ടിലൊക്കെ ഇറങ്ങി ചില്ലായി ഞങ്ങൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തന്നെ ചില്ലായി. കുറച്ച് തണുത്ത് വിറയ്ക്കുന്ന പോലെയൊക്കെ ആയിരുന്നു വെള്ളത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പം. വെള്ളം ഒഴുകിക്കൊണ്ട് പോകാൻ അറിയില്ലായിരുന്നു. എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ നാടിൻ്റെ അടുത്തുണ്ടാവുമല്ലോ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ തോടുകളും അരുവികളും ഒക്കെ. അപ്പോൾ അവിടേക്ക് അങ്ങ് പോവുക. കുറേ യാത്ര അതെ കുറേ യാത്ര ചെയ്ത് തന്നെ വേണമെന്നില്ലല്ലോ നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ. നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിലുള്ളത് എന്താണ്, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം. എന്നിട്ട് എന്നുവെച്ചാൽ ഇതും രസമാണ്. നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അവരുടെയൊക്കെ കൂടെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നല്ലതല്ലേ. അങ്ങനെയൊക്കെ ചെയ്യണം. തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പം അമ്മേൻ്റെ അടുത്തൊന്ന് വഴക്ക് കിട്ടുമോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. കാരണം ഇങ്ങനെ ഇതിലൂടെ ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങാനുള്ള പ്ലാനൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. മൊത്തം നനഞ്ഞ ഒരു വാതിലായിട്ട് ഇരിക്കുന്നത്. വഴക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ആർക്കാണ്? ഇവക്കാണ്. നമുക്ക് പറയാലോ, അമ്മ നമ്മൾ നിർബന്ധിച്ചിട്ടാണ്, അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടാന്നൊക്കെ പറയാലോ. അതാകുമ്പം ഇവിടെ അമ്മ വഴക്ക് എന്റെ തലയിൽ കാരണം അമ്മ ഇവിടെ വഴക്ക് പറയത്തില്ല, എന്നെയാണെങ്കിൽ ആട്ടും. പിന്നെ ആട്ടിയാലും എനിക്ക് നാണമാനം ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ഇവന്തോ നമ്മുടെ ഭാഗത്ത് സേഫ് ആക്കി വെക്കണമല്ലോ അല്ലേ. തിരിച്ച് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അവിടുന്ന് താഴെ കൂർന്നിറങ്ങാനുള്ള പ്ലാനാണ്. നടക്കുവാവോ? ഇവിടെയൊക്കെ നമ്മുടെ ചേച്ചിമാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കുളിക്കാനൊക്കെ വരാറുണ്ട്. പണ്ട് ഞാൻ എപ്പോഴും വന്നുകൊണ്ടിരുന്ന തോടാണിത്. തലേന്ന് താഴെ നിൽക്കാൻ വേണ്ടിയും കുളിക്കാൻ വേണ്ടിയും ഒക്കെ അമ്മയുടെ ഒക്കെ കൂടെ വരുമായിരുന്നു. പക്ഷെ അങ്ങനെ കുളിക്കാനൊന്നും വരാറില്ല. യെസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഈ പാറ വെച്ചിരുന്ന് എത്ര വട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടുണ്ട് ആശാൻ, ഞാൻ ആശാനെന്നാണ് വിളിച്ചത്. ടീച്ചേഴ്സ് ഞങ്ങൾ ഈ പാറയിൽ നിന്ന് പറയാത്ത കഥകളൊന്നുമില്ല. വേറെ ഫ്രണ്ട്സ് പൊന്നമ്പളി, എൻ്റെ പൊന്നമ്പളിയിലൊക്കെ കൂടി ഇഷ്ടംപോലെ ഞങ്ങൾ ഇവിടെ വന്ന് കളിക്കേണ്ടെന്ന് അറിയുമ്പോൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താ ചെയ്യുക, അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. അതെ, അങ്ങനെയാണ്. നമ്മളെന്റെ മൂഡ് കളഞ്ഞു പറയാനുള്ളത്. നമുക്കിവിടെ ഫ്രീ ആയിട്ട് ഫുഡ് മസാജ് ഒക്കെ കിട്ടും. അങ്ങനെ ഫ്രീ ആയിട്ട് ഫുഡ് മസാജ് വേണ്ടവർക്കൊക്കെ എവിടേക്ക് വരാം, ചൂരമുണ്ട തോട്ടിലേക്ക് വരാവുന്നതാണ്. ഇവിടെ വരുന്നതിന് എൻട്രി ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ്. അതെ, ഇതാണ് നമ്മുടെ തോടിൻ്റെ ഇവിടേക്ക് നമ്മൾ വരുന്ന വഴി. ഇവിടുന്ന് നോക്കുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ താഴേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് ഞങ്ങളെ കാണിച്ചതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും. ഇതാ ഞാൻ പറഞ്ഞ വീട് കിടക്കുവാണ്, മരം എന്ന് പറഞ്ഞില്ലേ അത്. അങ്ങനെ തോട്ടീന്ന് ഞങ്ങൾ കയറി. വിശാലമായ എന്താ പറയാ, ഒന്നും പറയാൻ കിട്ടുന്നില്ല. അത് നമ്മൾ കാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉറുമ്പൊക്കെ ഉണ്ടാകും, തികച്ചും സ്വാഭാവികം മാത്രം. എന്താ പറയാ, ചുമ്മാ ഇതുപോലെയൊക്കെ ചെന്ന് വെള്ളത്തിലൊക്കെ ചാടി കഴിയുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. അപ്പം ഇപ്പം വീട്ടിലൊക്കെ ഇരിക്കുന്ന മഴക്കാലത്ത് വീട്ടിലൊക്കെ ഇരുന്ന് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ആളുകളുടെ വീടിന് തൊട്ടടുത്ത് തോടോ പുഴയോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വെള്ളം കൊണ്ടുപോകുന്ന രീതിയിലല്ല, ശ്രദ്ധിച്ച് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. അതെ. അപ്പോൾ ശരി, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യണം. എല്ലാം ചെയ്യണം. എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ശരി, ബൈ.